ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 3യുടെ EVSലത്തെ 5ാമത്തെ ചാപ്റ്ററായ ഫുഡ് ആൻഡ് ഹെൽത്ത് എന്ന പാഠമാണ്. ഫുഡ് ആൻഡ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണവും ആരോഗ്യവും. നമ്മൾ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ കഴിച്ചാൽ മാത്രമേ നമുക്ക് ആരോഗ്യമുണ്ടാവുകയുള്ളൂ. അപ്പം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളെക്കുറിച്ചും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചുമാണ് ഈ പാഠഭാഗത്ത് പറയുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിവിടെ ഈ ഒരു പിക്ചറിൽ ഒരു ഫാമിലി ടേബിളിന് ചുറ്റിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണാം. അതിലൊരു കുട്ടി എന്താണ് പറയുന്നത്? വാവ്, മൈ ബ്രദർ പ്രിപ്പയർസ് ഡെലീഷ്യസ് വെജിറ്റബിൾ സലാഡ്. എൻ്റെ ബ്രദർ നല്ല രുചിയുള്ള വെജിറ്റബിൾ സലാഡ് തയ്യാറാക്കും. ഹാവ് യു എവർ ഹാഡ് എ വെജിറ്റബിൾ സലാഡ്? നിങ്ങൾ ഇതുവരെ ഒരു വെജിറ്റബിൾ സലാഡ് കഴിച്ചിട്ടുണ്ടോ? ഡു യു നോ ഹൗ ടു പ്രിപ്പയർ എനി ഡിഷസ്? നിങ്ങൾക്ക് ഏതെങ്കിലും ഡിഷസ് ഉണ്ടാക്കാൻ അറിയോ? വാട്ട് ഓൾ ഡിഷസ് ഹാവ് യു പ്രിപ്പയർഡ്? നിങ്ങൾ ഉണ്ടാക്കിയ ഡിഷസ് ഏതൊക്കെയാണ്? അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയെങ്കിലോ അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ ഇവിടെ എഴുതി കൊടുക്കാം. ഡിഷസ്. വിച്ച് ആർ ദ ഡിഷസ് ദാറ്റ് യു യൂഷ്വലി ഈറ്റ്? നിങ്ങൾ സാധാരണയായി കഴിക്കുന്ന ഡിഷസ് എന്തൊക്കെയാണ്? ഫുഡ് എന്തൊക്കെയാണ്? ഹൗ അബൌട്ട് യുവർ ഫ്രണ്ട്സ്? നിങ്ങളുടെ കൂട്ടുകാരുടെയോ? വിച്ച് ആർ ദ ഫുഡ് ഐറ്റംസ് യൂസ് ടു മേക്ക് ദീസ് ഡിഷസ്? ഈ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? ഫുഡ് എന്തൊക്കെയാണ്? കംപ്ലീറ്റ് ദ ടേബിൾ. താഴെ തന്നിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ബോയിൽഡ് റൈസ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ബോയിൽഡ് റൈസ്, നമുക്ക് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് വേണ്ടത്? റൈസ്, അരിയാണല്ലേ വേണ്ടത്. നെക്സ്റ്റ് ചപ്പാത്തി. ചപ്പാത്തി ഉണ്ടാക്കാൻ വീറ്റ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. വീറ്റ് എന്ന് പറഞ്ഞാൽ ഗോതമ്പാണ്. വീറ്റ് അല്ലാതെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേറെ എന്തൊക്കെ വേണം? സാൾട്ട്, ഉപ്പ്, അതേപോലെ വാട്ടർ, വെള്ളം കൂടി വേണം. നെക്സ്റ്റ് സാമ്പാർ. സാമ്പാർ ഉണ്ടാക്കാൻ കുറച്ച് വെജിറ്റബിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പൊട്ടാറ്റോ, ഉരുളൻകിഴങ്ങ്, ലേഡീസ് ഫിംഗർ, വെണ്ടയ്ക്ക, ടൊമാറ്റോ, തക്കാളി, ഡാൽ. ഡാൽ എന്ന് പറഞ്ഞാൽ പരിപ്പ്. ഇതൊക്കെ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇതിൻ്റെയോടൊപ്പം നമുക്ക് എന്തുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം? ഓയിൽ. ഓയിൽ വേണം അല്ലേ. പിന്നെ ഗ്രീൻ ചില്ലി, പച്ചമുളക്, സാമ്പാർ പൗഡർ, പിന്നെ സ്പൈസസ്. സ്പൈസസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ചേർക്കുന്ന മസാലപ്പൊടികളാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനത്തെ പൊടികൾക്കാണ് സ്പൈസസ് എന്ന് പറയുന്നത്. എഗ് കറി. എഗ് കറി ഉണ്ടാക്കാൻ എഗ്ഗ്, ഒനിയൻ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് ഓയിലും സ്പൈസസും മസാലപ്പൊടികളും എഴുതി ചേർത്ത് കൊടുക്കാം. ഇനി ഇവിടെ ബാക്കിയുള്ള ബോക്സസ് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളും അവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഫുഡ് ഐറ്റംസ് കൂടി എഴുതിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ഫസ്റ്റ് ഉപ്മ ആണ്. ഉപ്മ ഉണ്ടാക്കുവാൻ റവ വേണം, ഓയിൽ വേണം, സാൾട്ട് വേണം, അതേപോലെ നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസും വേണം. നെക്സ്റ്റ് ഫിഷ് കറി. മീൻ കറി ഉണ്ടാക്കാൻ ഫിഷ് വേണം. അതോടൊപ്പം ഒനിയൻ, ടൊമാറ്റോ, കറി ലീവ്സ് ഇതൊക്കെ വേണം. നെക്സ്റ്റ് ദോശ. ദോശ ഉണ്ടാക്കാൻ ഉറാദ് ദാൽ. ഉറാദ് ദാൽ എന്ന് പറഞ്ഞാൽ ഉഴുന്നാണ് കേട്ടോ. അതോടൊപ്പം സാൾട്ട്, വാട്ടർ, ഓയിൽ ഇതൊക്കെ വേണം. നെക്സ്റ്റ് ഗ്രീൻ പീസ് കറി. ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ ഗ്രീൻ പീസ് വേണം, സ്പൈസസ് വേണം, ഓയിൽ വേണം, ഗ്രീൻ ചില്ലി, പച്ചമുളക് വേണം, ക്യാരറ്റ്, അതോടൊപ്പം നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഫിഷ് ഫ്രൈ. ഫിഷ് ഫ്രൈക്ക് എന്തൊക്കെ വേണം? ഫിഷ് വേണം, സ്പൈസസ് വേണം, ഓയിൽ വേണം. നെക്സ്റ്റ് ഇഡ്ലി. ഇഡ്ലിക്ക് ഉറാദ് ദാൽ. ഉഴുന്ന് വേണം, വാട്ടർ വേണം, സാൾട്ട് വേണം. നെക്സ്റ്റ് ഡാൽ കറി. ഡാൽ കറി എന്ന് പറഞ്ഞാൽ നമ്മളുടെ പരിപ്പ് കറിയാണ് കേട്ടോ. അതിന് എന്തൊക്കെ വേണം? ഡാൽ, പരിപ്പ് വേണം, ഓയിൽ വേണം, സ്പൈസസ്, കറി ലീവ്സ്, മസ്റ്റാർഡ്. മസ്റ്റാർഡ് എന്ന് പറഞ്ഞാൽ കടുകാണ്. അങ്ങനെ ഈ ആക്ടിവിറ്റി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളുടെ നെക്സ്റ്റ് Are all the items you have written on the table of the same type? നിങ്ങൾ മുകളിലെ ടേബിളിൽ എഴുതിയിരിക്കുന്ന ഡിഷസ് ഒക്കെ സെയിം ടൈപ്പാണോ, ഒരേ ടൈപ്പാണോ എന്നാണ് ചോദിച്ചത്. അല്ലല്ലേ. വിച്ച് എമംഗ് ദം ആർ സെയിം ടൈപ്പ്? അവരിൽ ആരൊക്കെയാണ് സെയിം ടൈപ്പ്? ലെറ്റ്സ് ക്ലാസിഫൈ. നമുക്ക് ക്ലാസിഫൈ ചെയ്തു നോക്കാം. Look at the name and picture of the food items. Write their names in the food basket on the basis of the number given. നമുക്ക് താഴെ കുറച്ച് ഫുഡ് ഐറ്റംസ് കുറച്ച് ബാസ്ക്കറ്റിലായിട്ട് തന്നിട്ടുണ്ട്. ഓരോ ബാസ്ക്കറ്റിനും നമ്പർ ഇട്ടുണ്ട്. താഴെ എംപ്റ്റി ആയിട്ടുള്ള
ബാസ്ക്കറ്റിലേക്ക് നമ്പർ അനുസരിച്ചിട്ട് നമുക്ക് എഴുതി കൊടുക്കാം. ഇവിടെ ബാസ്ക്കറ്റിൽ തന്നിട്ട് ഫുഡ് ഐറ്റംസ് ആരൊക്കെയാണ്? കൗപീസ്, മമ്പയർ, കേബേജ്, ജാക്ക് ഫ്രൂട്ട് ചക്ക, വീറ്റ് ഗോതമ്പ്, കൊളോക്കേസിയ എന്ന് പറഞ്ഞാൽ ചേമ്പാണ്, ബംഗാൾ ഗ്രാം കടല, ഗ്രീൻ ഗ്രാം ചെറുപയറാണ്, മിൽക്ക്, ലേഡീസ് ഫിംഗർ, മീറ്റ്, മാംഗോ, ഫിഷ്, റൈസ്, യാം ചേനയാണ്, ടേപ്പിയോക്ക എന്ന് പറഞ്ഞാൽ കപ്പയാണ്. ഇവരെല്ലാവരെയും താഴെ 1 2 3 എന്ന നമ്പർ കൊടുത്തിട്ടുള്ള ബാസ്ക്കറ്റിലേക്ക് എടുത്തെഴുതാം. ഇവിടെ നമ്പർ 1 എന്ന് എഴുതിയിട്ടുള്ളത് കേബേജിൻ്റെ ബാസ്ക്കറ്റിൻ്റെ മുകളിലും ലേഡീസ് ഫിംഗറിൻ്റെ മുകളിലുമാണ്. അതുകൊണ്ട് നമ്മൾ 1ലേക്ക് കേബേജിനെയും ലേഡീസ് ഫിംഗറിനെയും എടുത്തെഴുതുന്നു. അതേപോലെ നമ്പർ 2ലേക്ക് മാംഗോനെയും ജാക്ക് ഫ്രൂട്ടിനെയും, അതേപോലെ നമ്പർ 3ലേക്ക് മീറ്റ്, മിൽക്ക്, ഫിഷ് എന്നിവയെ എടുത്തെഴുതുന്നു. നമ്പർ 4ലേക്കോ കൊളോക്കേസിയ, യാം, ടേപ്പിയോക്ക ഇവരെയൊക്കെ എടുത്തെഴുതാം. നമ്പർ 5ലേക്ക് കൗപീസ്, ബംഗാൾ ഗ്രാം, ഗ്രീൻ ഗ്രാം ഇവരെ എഴുതാം. നമ്പർ 6ലേക്ക് വീറ്റ്, റൈസ് ഇവരെ എഴുതി കൊടുക്കാം. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് ഇൻ ദ ഫസ്റ്റ് ബാസ്ക്കറ്റ്? ഫസ്റ്റ് ബാസ്ക്കറ്റിലുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? കേബേജും ലേഡീസ് ഫിംഗറും. വിച്ച് കാറ്റഗറി ഡു ദേ ബിലോങ്സ് ടു? അവർ ഏത് കാറ്റഗറിയിൽപ്പെട്ടതാണ്? വെജിറ്റബിൾസ്, പച്ചക്കറിയിൽപ്പെട്ടതാണല്ലേ. ഫൈൻഡ് ഔട്ട് മോർ ആൻഡ് കംപ്ലീറ്റ് ദ വേർഡ്സ് ആൻഡ്. താഴെ വെജിറ്റബിൾസിൻ്റെ ഒരു സൺ ഡയഗ്രാം തന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന കുറച്ചുകൂടി വെജിറ്റബിൾസിൻ്റെ നെയിംസ് എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ടൊമാറ്റോ, പൊട്ടാറ്റോ, ഗ്രീൻ ചില്ലി, ലേഡീസ് ഫിംഗർ, ഡ്രം സ്റ്റിക്ക്, ഓണിയൻ, ജിഞ്ചർ, അങ്ങനെ ഒരുപാട് വെജിറ്റബിൾസിൻ്റെ നെയിംസ് ഉണ്ട് നമുക്കറിയാവുന്നത്. അതൊക്കെ ഇവിടെ എഴുതി കൊടുക്കുക. ഇൻ വിച്ച് കാറ്റഗറി ക്യാൻ ദ ഫുഡ് ഐറ്റംസ് ഇൻ ദ സെക്കൻഡ് ബാസ്ക്കറ്റ് ബി ഇൻക്ലൂഡഡ്? ഫ്രൂട്ട്സ്. ഫൈൻഡ് ആൻഡ് റൈറ്റ് ഡൗൺ ദി നെയിംസ് ഓഫ് മോർ ഫ്രൂട്ട്സ്. നമ്മുടെ സെക്കൻഡ് ബാസ്ക്കറ്റിൽ ഉണ്ടായിരുന്നത് മാംഗോയും ജാക്ക് ഫ്രൂട്ടും ആണ്. അത് ഫ്രൂട്ട്സ് ആണ്. അതേപോലെ നമുക്കറിയാവുന്ന കൂടുതൽ ഫ്രൂട്ട്സിൻ്റെ നെയിംസ് എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ആപ്പിൾ, ബനാന, മാംഗോ, ഓറഞ്ച്, ഗ്രേപ്സ്, പൈനാപ്പിൾ, പപ്പായ, ഗോവ, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ നെയിംസ് നമുക്കറിയാം. അതൊക്കെ ഇവിടെ എഴുതി കൊടുക്കാം. Have you noticed how a pineapple has been turned into a bird? Which are the fruits and vegetables in the figure of this bird? നമ്മൾ ഇപ്പുറത്ത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉപയോഗിച്ചിട്ടുള്ള ഒരു ബേർഡിൻ്റെ പിക്ചർ കാണാം. ഏതൊക്കെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഉപയോഗിച്ചിട്ടാണ് ഈ ബേർഡിൻ്റെ പിക്ചർ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ്? ഇതിന് ചിറകായിട്ട് വാട്ടർമെലൺ ഉണ്ട്, ബോഡി ആയിട്ട് പൈനാപ്പിൾ ഉണ്ട്, ഹെഡ് വരുന്നത് പംകിനാണ്, കണ്ണ് തക്കാളിയും, ചുണ്ട് വരുന്നത് ക്യാരറ്റുമാണ്. അതെ, അപ്പോൾ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്? വാട്ടർമെലൺ, പംകിൻ, ക്യാരറ്റ്, പൈനാപ്പിൾ ആൻഡ് ടൊമാറ്റോ. ഡ്രോ ആൻഡ് കളർ പിക്ചേഴ്സ് ലൈക്ക് ദീസ് യൂസിങ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ട് ഇതേപോലുള്ള ഈ ബേർഡിനെ പോലെ മറ്റൊരു പിക്ചർ നമ്മളോട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ വരയ്ക്കാം. Didn't you see the food items in the third basket? നമ്മുടെ തേർഡ് ബാസ്ക്കറ്റിൽ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആയിരുന്നു ഉള്ളത്? മിൽക്ക്, മീറ്റ്, ഫിഷ്. ഇതൊക്കെ എനിമൽ സോഴ്സസ് ആണ്. നമുക്ക് എനിമൽസിൽ നിന്നാണ് കിട്ടുന്നത്. വാട്ട് അതർ ഫുഡ് ഐറ്റംസ് ഡു യു നോ വിച്ച് വി ഗെറ്റ് ഫ്രം എനിമൽ സോഴ്സസ്? നമുക്ക് എനിമൽസിൽ നിന്ന് കിട്ടുന്ന പാലും ഇറച്ചിയും മീനും അല്ലാതെ മറ്റൊരു ഫുഡ് ഐറ്റം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ എഗ് എന്ന് എഴുതി കൊടുക്കാം. In which category do the food items in the fourth basket belongs to? നമ്മുടെ ഫോർത്ത് ബാസ്ക്കറ്റിൽ ഉണ്ടായിരുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? കൊളോക്കേസിയ, യാം, ടേപ്പിയോക്ക ഇവരൊക്കെയായിരുന്നു നമ്മുടെ ഫോർത്ത് ബാസ്ക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ ട്യൂബേഴ്സ് ആണ്. ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ കിഴങ്ങുകൾ, മണ്ണിനടിയിൽ ഉണ്ടാകുന്നതാണ്. കപ്പയും ചേനയും ചേമ്പും ഒക്കെ നമ്മളുടെ മണ്ണിനടിയിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇവരൊക്കെ ആരാണ്? ട്യൂബേഴ്സ് ആണ്. ഇവിടെ നമുക്കൊരു ചേനയുടെ ചിത്രം കാണാം. അതെന്തോന്ന് നമ്മളോട് പറയുന്നുണ്ട്. എന്താണ്? ഐ ഗ്രോ അണ്ടർഗ്രൗണ്ട് ആൻഡ് ബിലോങ് ടു ദി ട്യൂബർ ഫാമിലി. ഞാൻ മണ്ണിനടിയിലാണ് വളരുന്നത്. ഞാൻ ട്യൂബർ ഫാമിലിയിൽപ്പെട്ട ആളാണ്. വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ട്യൂബേഴ്സ് ഗ്രോൺ ഇൻ യുവർ ഏരിയ? നമ്മളുടെ ഏരിയയിലുള്ള മറ്റ് ട്യൂബേഴ്സ് ഏതൊക്കെയാണ്? യാം ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ബാക്കി ആരൊക്കെ കൂടി എഴുതാം. ടാപ്പിയോക്ക, സ്വീറ്റ് പൊട്ടാറ്റോ, കൊളൊക്കേസിയ, എലിഫന്റ് ഫുഡ് യാം, പൊട്ടാറ്റോ, എയറോ റൂട്ട്. ഇവരൊക്കെ മണ്ണിനടിയിൽ ഉണ്ടാവുന്നതാണ്. ഇവരൊക്കെ ട്യൂബേഴ്സ് ആണ്. വിച്ച് കാറ്റഗറി ഓഫ് ഫുഡ് ഐറ്റംസ് ആർ ദർ ഇൻ ദ ഫിഫ്ത്ത് ബാസ്ക്കറ്റ്? നമ്മുടെ ഫിഫ്ത്ത് ബാസ്ക്കറ്റിൽ ആരൊക്കെ ആയിരുന്നുള്ളത്? ഗ്രീൻ ഗ്രാം, ബ്ലാക്ക് ഗ്രാം, കൗപീസ്, ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഫിഫ്ത്ത് ബാസ്ക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഇവരൊക്കെ ആരാണ്? പൾസസ്. പൾസസ് എന്ന് പറഞ്ഞാൽ പരിപ്പുകളാണ്. വാട്ട് ആർ ദ പൾസസ് ദാറ്റ് വി യൂസ് ആസ് ഫുഡ്? നമ്മൾ ഫുഡായിട്ട് ഉപയോഗിക്കുന്ന മറ്റു പൾസസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. റൈറ്റ് ഡൗൺ ദം. ഏതൊക്കെയാണ്? ലെൻറ്റിൽസ്, ചിക്ക് പീസ്, ഗ്രീൻ ഗ്രാം, ബ്ലാക്ക് ഗ്രാം, ബീൻസ്. ഇതൊക്കെയാണ്. ലെൻറ്റിൽസ് എന്ന് പറഞ്ഞാൽ പരിപ്പാണ്, ചിക്ക് പീസ് കടലയാണ്, ഗ്രീൻ ഗ്രാം ചെറുപയറാണ്, ബ്ലാക്ക് ഗ്രാം ഉഴുന്നാണ്. നെക്സ്റ്റ് നമുക്ക് സീരിയൽസിനെ പറ്റി പഠിക്കാം. സീരിയൽസ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് ഇൻ ദ സിക്സ്ത് ബാസ്ക്കറ്റ്? നമ്മളുടെ സിക്സ്ത് ബാസ്ക്കറ്റിൽ ഉണ്ടായിരുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയായിരുന്നു? റൈസ് ആൻഡ് വീറ്റ്. അരിയും ഗോതമ്പുമായിരുന്നു അല്ലേ? ഇതാരാണ്? ധാന്യങ്ങളാണ്, സീരിയൽസ്. വാട്ട് ഡിഷസ് ഡു യു നോ ദാറ്റ് ആർ മെയ്ഡ് യൂസിങ് ദിസ് ഐറ്റംസ്? റൈസും വീറ്റും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? ഇവിടെ നമുക്ക് താഴെ ഒരു റൈസിൻ്റെയും വീറ്റിൻ്റെയും സൺ ഡയഗ്രാം തന്നിട്ടുണ്ട്. ഇവ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. കൂട്ടുകാരെ, നമുക്ക് ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ഇവിടെ എഴുതി കൊടുക്കാം? റൈസ് കൊണ്ട് നമുക്ക് ബോയിൽഡ് റൈസ് എഴുതാം, നമ്മളുടെ ചോറ്. അതോടൊപ്പം ഇഡ്ഡലി, ദോശ, പുട്ടു, ബിരിയാണി, ഫ്രൈഡ് റൈസ്, ഇതൊക്കെ നമുക്ക് റൈസ് ഉപയോഗിച്ചിട്ട് എഴുതി കൊടുക്കാം. അടുത്തത് വീറ്റ്, ഗോതമ്പാണ്. ഗോതമ്പിനോട് എന്തൊക്കെ ഉണ്ടാക്കാം? ചപ്പാത്തി, ബ്രെഡ്, കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്, പാസ്ത, പൂരി, ദോശ, ഇതൊക്കെ വീറ്റ് ഉപയോഗിച്ചിട്ട് എഴുതി കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് മില്ലറ്റ്സിനെ പറ്റിയാണ്. മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങൾ. ഫിംഗർ മില്ലറ്റ് അഥവാ റാഗി, ഫോക്സ് ടെയിൽ മില്ലറ്റ് തീന, ലിറ്റിൽ മില്ലറ്റ് ചാമ, ഇതൊക്കെ മില്ലറ്റ്സുകൾ ആണ്. ദിസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കാറ്റഗറി ഓഫ് മില്ലറ്റ്സ്. ഇതൊക്കെ മില്ലറ്റ്സിൽ ഉൾപ്പെട്ടതാണ്. ഫൈൻഡ് ഔട്ട് ദ ഡീറ്റെയിൽസ് ഓഫ് അതർ മില്ലറ്റ്സ്. നമ്മളോട് മറ്റു മില്ലറ്റ്സിൻ്റെ നെയിംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ എഴുതി കൊടുക്കാം? ബാർണിയാർഡ് മില്ലറ്റ്, സോർഗം, പേൾ മില്ലറ്റ്, ഇതൊക്കെ മറ്റു മില്ലറ്റ്സുകളാണ്. ഡു യു നോ അബൌട്ട് ദ ഡിഷസ് പ്രിപ്പയർഡ് വിത്ത് മില്ലറ്റ്? മില്ലറ്റ്സുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷസ് ഏതൊക്കെയാണ്? മില്ലറ്റ് പുലാവോ, മില്ലറ്റ് ദോശ, മില്ലറ്റ് പായസം, ഇതൊക്കെ മില്ലറ്റുകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എക്സ്പാൻഡ് ദ ലിസ്റ്റ് ബിലോ ബൈ ഫൈൻഡിങ് മോർ ഫുഡ് ഐറ്റംസ് ഇൻ ഈച്ച് കാറ്റഗറി ലൈക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ഗ്രെയിൻസ്. ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും നമ്മുടെ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങളിലും ഉൾപ്പെട്ടിട്ടുള്ള ഫുഡ് ഐറ്റംസ് എഴുതി താഴെ തന്നിരിക്കുന്ന ബോക്സ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് റൈസ് ഫില്ല് ചെയ്ത് നോക്കാം. റൈസ് എന്താണ്? ഒരു ധാന്യമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രെയിൻസ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഗ്രെയിൻസിൽ നമുക്ക് റൈസിന് ഉൾപ്പെടുത്താം. റൈസിനോടൊപ്പം വീറ്റ്, ഓട്സ്, കോൺ, ബാർലി, ഇതും കൂടി എഴുതി കൊടുക്കാം. നെക്സ്റ്റ് കോളത്തിൽ നമുക്ക് യാം, ചേനയെ കാണാം. ചേന എന്താണ്? ഒരു ട്യൂബർ ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു കിഴങ്ങിൽപ്പെട്ടതാണ്. അപ്പോൾ മണ്ണിനടിയിൽ ഉണ്ടാകുന്ന മറ്റു ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ്? ടാപ്പിയോക്ക, സ്വീറ്റ് പൊട്ടാറ്റോ, എയറോ റൂട്ട്, പൊട്ടാറ്റോ, ഇതൊക്കെ നമുക്ക് ട്യൂബേഴ്സിൻ്റെ കോളത്തിൽ എഴുതി കൊടുക്കാം. നെക്സ്റ്റ് ഇവിടെ നമുക്ക് ബീൻസിനെ കാണാം. ബീൻസ് എന്താണ്? ഒരു പൾസസ് ആണ് അല്ലേ? അതിൽ നമുക്ക് എന്തൊക്കെ എഴുതി കൊടുക്കാം? ലെൻറ്റിൽസ്, ചിക്ക് പീസ്, ബ്ലാക്ക് ഗ്രാം, ഗ്രീൻ ഗ്രാം, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ഇങ്ങോട്ട് എഴുതുന്നു എന്ന് മാത്രം. നെക്സ്റ്റ് കോളം എന്താണ്? ഇവിടെ ലേഡീസ് ഫിംഗർ, സ്പിനച്ച്, ഇവരെ കാണാം. ഇവരാരാണ്? വെജിറ്റബിൾസ് ആണ്, പച്ചക്കറികൾ. ഇതിൽ നമുക്ക് എന്തൊക്കെ എഴുതി കൊടുക്കാം? ബ്രിഞ്ചൽ, കോളിഫ്ലവർ, ക്യാരറ്റ്, ബീട്രൂട്ട്, കേബേജ്, ഇതൊക്കെ എഴുതാം. നെക്സ്റ്റ് കോളത്തിൽ നമുക്ക് ഗോവ, പേരയ്ക്ക കാണാം. പേരയ്ക്ക എന്താണ്? ഒരു ഫ്രൂട്ട്സ് ആണ്. ഇവിടെ ഫ്രൂട്ട്സിന് ഹെഡിങ്ങും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയുന്ന ബാക്കി ഫ്രൂട്ട്സിൻ്റെ നെയിംസ് എഴുതി കൊടുക്കാം. ഏതൊക്കെയാണ്? ജാക്ക് ഫ്രൂട്ട്, മാംഗോ, വാട്ടർമെലൺ, ഓറഞ്ച്, ആപ്പിൾ, ഗ്രേപ്സ്, ഇതൊക്കെയാണ് നമ്മളുടെ ഫ്രൂട്ട്സിൽ എഴുതി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇവിടെ എഴുതി കൊടുക്കാം. നെക്സ്റ്റ് എഗ്ഗ് തന്നിട്ടുണ്ട്. നമ്മൾ
എഗ്ഗ് ഒരു എനിമൽ സോഴ്സസ് ആയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളത് ഏതൊക്കെയായിരുന്നു? മിൽക്ക്, മീറ്റ്, ഫിഷ്. അങ്ങനെ നമ്മുടെ ടേബിൾ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഹെൽത്ത് ആൻഡ് ഫുഡ്. വൈ ഷുഡ് വി ഇൻക്ലൂഡ് ഫുഡ് ഫ്രം ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഇൻ അവർ ഡയറ്റ്? നമ്മൾ വ്യത്യസ്തമായ കാറ്റഗറീസിലുള്ള ഫുഡ് എന്തിനാണ് നമ്മൾ ഡയറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള ഫുഡ് ഐറ്റംസിനെ പറ്റി പഠിച്ചു. പൾസസ്, സീരിയൽസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അനിമൽ സോഴ്സസ്, ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇത്രയും ടൈപ്സ് ഓഫ് കാറ്റഗറീസിലുള്ള വൈ ഷുഡ് വി ഇൻക്ലൂഡ് ഫുഡ് ഫ്രം ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഇൻ ടു അവർ ഡയറ്റ്? വ്യത്യസ്തമായ കാറ്റഗറീസിലുള്ള ഫുഡ് ഐറ്റംസ് നമ്മളുടെ ഡയറ്റിലേക്ക്, നമ്മളുടെ ഫുഡിലേക്ക് എന്തിനാണ് ആഡ് ചെയ്യുന്നത്? ഹെൽപ്സ് പ്രോപ്പർ ഗ്രോത്ത്, നമ്മളുടെ ശരിയായ വളർച്ചയെ സഹായിക്കുന്നു. ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ഡിസീസസ്, നമുക്ക് രോഗങ്ങൾ വരാതെ തടയുന്നു. അതേപോലെ ഏതൊക്കെ പോയിന്റ്സ് നമുക്ക് കൂട്ടി എഴുതി കൊടുക്കാം? എനർജി സപ്ലൈ, നമുക്ക് എനർജി തരുന്നു. ഹെൽത്തി ഡൈജഷൻ, നമ്മളുടെ ആരോഗ്യപരമായിട്ടുള്ള ദഹനത്തിന് വേണ്ടിയിട്ട്. ബെറ്റർ ഇമ്മ്യൂണിറ്റി, നമുക്ക് പ്രതിരോധത്തെ നൽകുന്നു. അപ്പം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. നമ്മൾ ഭയങ്കര ഹെൽത്തി ആയി മാറും. നെക്സ്റ്റ് ഇവിടെ നമുക്കൊരു ബലൂണിൻ്റെ ചിത്രം കാണാം. 3 ബലൂൺ തന്നിട്ടുണ്ട്. ഒരു പിങ്ക്, ഒരു ബ്ലൂ, ഒരു ഗ്രീൻ. 3 ബലൂണിലും എന്തോ ഒരു കോട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് വായിക്കാം. ഫസ്റ്റ് പിങ്ക് ബലൂണിൽ ഹെൽപ്സ് പ്രോപ്പർ ഗ്രോത്ത്, നമ്മളുടെ ശരിയായ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. നെക്സ്റ്റ് ബലൂണിൽ ഹെൽപ്സ് ഗിവിങ് സ്ട്രെങ്ത് ടു ഡു വർക്ക്, നമ്മൾക്ക് പ്രവൃത്തി ചെയ്യാൻ, നമുക്ക് ഓരോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രെങ്ത് നൽകുന്നു. നെക്സ്റ്റ് ബലൂണിൽ ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ഡിസീസസ്, നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്നു. ഈ 3 ബലൂണിന് താഴെ നമുക്കൊരു 3 ബാസ്ക്കറ്റും കാണാം. ആ 3 ബാസ്ക്കറ്റിലും എന്തോ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് ബാസ്ക്കറ്റിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, രണ്ടാമത്തതിൽ പൾസസ്, മിൽക്ക്, മീറ്റ്, എഗ്, ഫിഷ്, മൂന്നാമത്തതിൽ സീരിയൽസും ട്യൂബേഴ്സും. നമുക്ക് മുകളിൽ തന്നിരിക്കുന്ന പോയിന്റുമായിട്ട് താഴെ തന്നിരിക്കുന്ന ബാസ്ക്കറ്റ് മാച്ച് ചെയ്യാണ് വേണ്ടത്. നമ്മളുടെ ശരിയായ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് എന്താണ്? നമ്മൾ എന്തൊക്കെ കഴിച്ചാലാണ് നമുക്ക് പ്രോപ്പർ ഗ്രോത്ത് കിട്ടുക? പൾസസും മിൽക്കും മീറ്റും എഗ്ഗും ഫിഷുമാണ്. അപ്പോൾ ഫസ്റ്റ് ബലൂൺ രണ്ടാമത്തെ ബാസ്ക്കറ്റുമായി കൂട്ടിച്ചേർക്കുക. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഹെൽപ്സ് ഗിവിങ് സ്ട്രെങ്ത് ടു ഡു വർക്ക്, നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഏത് കഴിച്ചാലാണ് കിട്ടുക? സീരിയൽസ് ആൻഡ് ട്യൂബേഴ്സ്. അപ്പോൾ സീരിയൽസ് ആൻഡ് ട്യൂബേഴ്സ് എന്നുള്ള ബാസ്ക്കറ്റിലേക്ക് വരച്ചു കൊടുക്കാം. നെക്സ്റ്റ് പോയിന്റ് ആണ് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ഡിസീസ്, നമുക്ക് രോഗപ്രതിരോധം നൽകുന്നു. ഏത് കഴിക്കുമ്പോഴാണ്? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുമ്പോഴാണ് നമുക്ക് രോഗത്തെ പ്രതിരോധിക്കാനുള്ള ശേഷി കിട്ടുന്നത്. അപ്പോൾ ആ ബാസ്ക്കറ്റിലേക്ക് വരച്ചു കൊടുക്കാം. നെക്സ്റ്റ് ലെറ്റ്സ് റൈറ്റ് ദ ഇൻഫോർമേഷൻ വി ഹാവ് ഗാതേർഡ്, നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ബോക്സ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഫുഡ് ഐറ്റംസ് സീരിയൽസ് ആണ്, ധാന്യങ്ങൾ. ബെനിഫിറ്റ്സ് വി ഗെറ്റ് ഫ്രം ദം, നമുക്ക് സീരിയൽസ് കഴിച്ചാൽ കിട്ടുന്നത് എന്തൊക്കെയാണ്? ഹെൽപ്സ് ഗിവിങ് സ്ട്രെങ്ത് ടു ഡു വർക്ക്, നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്ട്രെങ്ത് നൽകുന്നു. നെക്സ്റ്റ് ട്യൂബേഴ്സ് മറന്നിട്ടില്ലല്ലോ, കിഴങ്ങുകളാണ്, മണ്ണിലടിയിൽ ഉണ്ടാവുന്നതാണ്. ട്യൂബേഴ്സ് കഴിച്ചാൽ നമുക്ക് സ്ട്രെങ്ത് തന്നെയാണ് കിട്ടുന്നത്. നെക്സ്റ്റ് വെജിറ്റബിൾസ് ആണ്. വെജിറ്റബിൾസ് ഹെൽപ്പ് ടു പ്രിവെൻറ്റ് ഡിസീസ്, നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്നു. അതേപോലെ തന്നെയാണ് ഫ്രൂട്ട്സും, ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ഡിസീസസ്. നെക്സ്റ്റ് പൾസസ് ആണ്. പൾസസ് ഹെൽപ്സ് പ്രോപ്പർ ഗ്രോത്ത്. അതേപോലെ മിൽക്ക്, മീറ്റ്, എഗ്, ഫിഷ് ഇവരൊക്കെ ഹെൽപ്സ് പ്രോപ്പർ ഗ്രോത്ത് ആണ്. ഡിസ്കസ് ഇൻ ദി ക്ലാസ് വാട്ട് ആർ ദി ഫുഡ് ഐറ്റംസ് സീൻ ഇൻ ദി പിക്ചർ. നമുക്ക് ഈ താഴെ തന്നിരിക്കുന്ന പിക്ചറിൽ കാണുന്ന ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ്? കാരറ്റ്, ടൊമാറ്റോ, ക്യാപ്സിക്കോ, ആപ്പിൾ, ബനാന, ഗ്രേപ്സ്, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉണ്ട് അല്ലേ? ലുക്ക് അറ്റ് ദി പിക്ചർ ഓഫ് എ സലാഡ് ആൻഡ് ഐഡൻറ്റിഫൈ ദി ഫുഡ് ഐറ്റംസ് ഇൻ ഇറ്റ്. സലാഡ്, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങിയത് തന്നെ സലാഡിനെ പറ്റി പറഞ്ഞിട്ടാണ് അല്ലേ? അപ്പോൾ സലാഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? ക്യാപ്സിക്കം ഉണ്ട്, ഒനിയൻ ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്, അതുപോലെ ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ട്.
വാട്ട് ഓൾ ഫുഡ് ഐറ്റംസ് വിൽ യു യൂസ് ഇഫ് യു പ്രിപ്പയർ എ സലാഡ്? നിങ്ങൾ സലാഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് ആഡ് ചെയ്യുക? റൈറ്റ് ഡൗൺ ദ റെസിപ്പി. നമ്മളോട് നമുക്ക് ഇഷ്ടമുള്ള ഒരു സലാഡിൻ്റെ റെസിപ്പി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളൊന്ന് എഴുതി നോക്കാം അല്ലേ. വാഷ് ആൻഡ് ചോപ്പ് ദ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. നമ്മൾക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴുകി നന്നായി വൃത്തിയായിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. പുട്ട് ദം ഇൻ ടു എ ബൗൾ. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആഡ് എ പിഞ്ച് ഓഫ് സാൾട്ട് ആൻഡ് പെപ്പർ. പിഞ്ച് എന്ന് പറഞ്ഞാൽ കുറച്ചാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും പെപ്പർ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. സ്ക്വീസ് ലെമൺ ജ്യൂസ് ഓൺ ടോപ്പ്. സ്ക്വീസ് എന്ന് പറഞ്ഞാൽ പിഴുക എന്നാണ്. നമുക്ക് ചെറുനാരങ്ങനെ പിഴിഞ്ഞു കൊടുക്കാം. മിക്സ് വെൽ ആൻഡ് സെർവ് ഫ്രഷ്. നന്നായി ഇളക്കിയിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ സെർവ് ചെയ്യാം. ഞാനിവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള സലാഡ് റെസിപ്പിയാണ് എഴുതി കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സലാഡ് റെസിപ്പി ഇതേപോലെ എഴുതി കൊടുക്കുക. ഡ്രോ ദി പിക്ചർ ഓഫ് ദി സലാഡ് ആൻഡ് കളർ ഇറ്റ്. നിങ്ങളോട് ഒരു സലാഡിൻ്റെ പിക്ചർ വരച്ചിട്ട് അത് കളർ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, ഹൗ ആർ ദീസ് ഫുഡ് ഐറ്റംസ് ബെനിഫിഷ്യൽ ടു അവർ ഹെൽത്ത്? ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മളുടെ ഹെൽത്തിന് എങ്ങനെയാണ് ഗുണം നൽകുന്നത്? ബെറ്റർ ഇമ്മ്യൂണിറ്റി. നമുക്ക് നല്ല രോഗപ്രതിരോധം നൽകുന്നു. എനർജി സപ്ലൈ. നമുക്ക് വേണ്ടിയിട്ടുള്ള എനർജി നൽകുന്നു. ബാലൻസ്ഡ് ന്യൂട്രീഷൻ. ബാലൻസ്ഡ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്, അത് എത്ര അളവിലാണ് നമ്മൾ കഴിക്കേണ്ടത്, ആ ഒരു അളവിൽ നമ്മൾ കഴിച്ചാൽ നമ്മളുടെ ബാലൻസ്ഡ് ആയി, നമ്മൾ ഹെൽത്തി ആയി. ഇതിനാണ് ബാലൻസ്ഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ക്ലാസിഫൈ ദി കുക്ക്ഡ് ആൻഡ് അൺകുക്ക്ഡ് ഫുഡ് ഐറ്റംസ്. നമുക്ക് വേവിച്ച് കഴിക്കുന്നതും വേവിക്കാതെ കഴിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഫുഡ് ഐറ്റംസിനെ ക്ലാസിഫൈ വേർതിരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വേവിച്ച് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ റൈസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചോറ് വേവിച്ചിട്ട് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ. അതേപോലെ വീറ്റ്, ഫിഷ്, മീറ്റ് ഇതൊക്കെ വേവിച്ചാൽ മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, അൺകുക്ക്ഡ്. അൺകുക്ക്ഡ് എന്താണ്? ജാവ, ആപ്പിൾ. വേവിക്കാതെ കഴിക്കാൻ പറ്റുന്നത് എന്താണ്? ജാവ, ആപ്പിൾ. അതോടൊപ്പം ആപ്പിൾ, ഗ്രേപ്സ്, പൈനാപ്പിൾ, ഓറഞ്ച് എല്ലാ ഫ്രൂട്ട്സും തന്നെ നമുക്ക് വേവിക്കാതെ കഴിക്കാം. നെക്സ്റ്റ്, ബോത്ത് കുക്ക്ഡ് ആൻഡ് അൺകുക്ക്ഡ്. നമുക്ക് ഈ ഫുഡ് ഐറ്റംസ് വേവിച്ചിട്ടും കഴിക്കാം വേവിക്കാതെയും കഴിക്കാം. അതിൽപ്പെട്ടതാണ് ക്യാരറ്റ്. നെക്സ്റ്റ് ഏതൊക്കെ എഴുതി കൊടുക്കാം? ടൊമാറ്റോ, കേബേജ്, ബീട്രൂട്ട്, സ്പിനച്ച്, ഓണിയൻ, കോൺ. ഇതൊക്കെ നമ്മൾ വേവിച്ചിട്ടും കഴിക്കാറുണ്ട് വേവിക്കാതെയും കഴിക്കാറുണ്ട്. വാട്ട് ടൈപ്പ് ഓഫ് ഫുഡ് ഡു വി കൺസ്യൂം ദ മോസ്റ്റ്? നമ്മൾ ഏത് ഫുഡ് ഐറ്റംസ് ആണ് കൂടുതലും കഴിക്കാറ്? നമ്മൾ വേവിച്ചിട്ടുള്ള കുക്ക്ഡ് ഐറ്റംസ് ആണ് അല്ലേ കൂടുതലും കഴിക്കാറ്. നമ്മൾ രാവിലെ ഉച്ചക്കും രാത്രിയൊക്കെ ആയിട്ട് നമ്മൾ ഭക്ഷണം വേവിച്ചിട്ടാണ് കഴിക്കാറ്. വിച്ച് കാറ്റഗറി ഓഫ് ദ ഫുഡ് ഐറ്റം ആർ മോസ്റ്റ്ലി കൺസ്യൂംഡ് റോ? നമ്മൾ വേവിക്കാതെ അൺകുക്ക്ഡിനാണ് റോ എന്ന് പറയുന്നത്. നമ്മൾ റോ ആയിട്ട് കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് കൂടുതലും എന്താണ്? ഫ്രൂട്ട്സ് ആണ്. നമ്മളിവിടെ അൺകുക്ക്ഡ് എന്ന കോളത്തിൽ എഴുതിയിട്ടുള്ളത് മൊത്തം ഫ്രൂട്ട്സിൻ്റെ നെയിംസ് മാത്രമാണ്. നമ്മൾ ഫ്രൂട്ട്സ് ആണ് അൺകുക്ക്ഡ് ആയിട്ട് കഴിക്കാറ്. വാട്ട് അബൌട്ട് ദ കുക്ക്ഡ് ഐറ്റംസ്? കുക്ക്ഡ് ഐറ്റംസ് എന്താണ് കൂടുതലും? പൾസസും ഗ്രെയിൻസും സീരിയൽസും ഒക്കെ ആണ് അല്ലേ. ധാന്യങ്ങളും പരിപ്പുകളും ഒക്കെയാണ് അല്ലേ. വൈ ഡു വി കുക്ക് ഫുഡ്? നമ്മൾ എന്തിനാണ് ഫുഡ് പാകം ചെയ്യുന്നത്, കുക്ക് ചെയ്യുന്നത്? ഇവിടെ ഒരു പോയിന്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ടു ഇൻക്രീസ് ടേസ്റ്റ്. ഇതിൻ്റെ രുചി കൂടാൻ വേണ്ടിയിട്ട്. വേറെ എന്തൊക്കെ പോയിന്റ്സ് നമുക്ക് എഴുതി കൊടുക്കാം? ടു മേക്ക് ഇറ്റ് സോഫ്റ്റ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒന്നുകൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വേവിക്കാം. അതോടൊപ്പം ഈസി ടു ഡൈജസ്റ്റ്. നമ്മളുടെ ദഹനം ഈസി ആവാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം ടു കിൽ ജേംസ് ആൻഡ് മേക്ക് ഇറ്റ് സേഫ് ടു ഈറ്റ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ത്തിലുണ്ടാവുന്ന അണുക്കളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷണം പാകം ചെയ്തിട്ട് കഴിക്കാം. We have learned what all type of food items are necessary for a healthy life. Do you need to make any changes in your diet? നമ്മളുടെ ആരോഗ്യപരമായ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കണമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വരുത്തണമെങ്കിൽ യെസ് എന്ന് പറയാം, അല്ലെങ്കിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നോ എന്ന് പറയാം. വേണമെങ്കിൽ നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം? ഇൻക്ലൂഡ് മോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. നമുക്ക് കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടി കഴിക്കാം. ട്യൂബേഴ്സ്, പൾസസ്, സീരിയൽസ് ഇൻ ടു യുവർ ഫുഡ് ആൻഡ് ഡ്രിങ്ക് മോർ വാട്ടർ. നമുക്ക് കൂടുതൽ വെള്ളം കുടിക്കുകയും ചെയ്യാം. അതോടൊപ്പം സീരിയൽസും പൾസസും ഒക്കെ കൂടുതൽ കഴിക്കുകയും ചെയ്യാം.
ഫുഡ് ഹാബിറ്റ്സിൻ്റെ താഴെ നമുക്ക് ബ്രഷും കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു പല്ലിനെ കാണാം. ആ പല്ല് എന്താണ് നമ്മളോട് പറയുന്നത്? മൈ മെയിൻ ജോബ് ഈസ് ടു ച്യൂ ഫുഡ്. എൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? നന്നായി ഭക്ഷണത്തെ ചവയ്ക്കുക എന്നാണ്. ഡു വി ഈറ്റ് ഫുഡ് വെൽ ച്യൂഡ്? നമ്മൾ ഭക്ഷണം നന്നായി ചവച്ചതിന് ശേഷമാണോ കഴിക്കുന്നത്? ഡു യു നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ച്യൂയിങ് ഫുഡ്? നിങ്ങൾക്ക് ഭക്ഷണം ചവയ്ക്കുന്നതിൻ്റെ പ്രാധാന്യം അറിയോ കുട്ടികളെ? എന്തൊക്കെയാണ്? ഡൈജഷൻ ബിക്കം ഈസി, നമ്മുടെ ദഹനം ഈസി ആവും. ഡിഫറെൻറ്റ് ടേസ്റ്റസ് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ്, നമുക്ക് വ്യത്യസ്തമായ രുചികൾ മനസ്സിലാക്കാം. റൈറ്റ് ഡൗൺ വെദർ ദ ഫോളോയിങ് ഹാബിറ്റ്സ് ആർ ഗുഡ് ഓർ ബാഡ്. നമ്മൾ താഴെ കുറച്ച് ശീലങ്ങൾ തന്നിട്ടുണ്ട്. അത് നല്ലതാണോ ചീത്താണോ എന്ന് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഈറ്റിംഗ് ഫുഡ് വിത്തൗട്ട് വാഷിംഗ് ഹാൻഡ്സ്, കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് ശരിയാണോ? അല്ല, റോങ് ആണ്. സോ നമുക്കിവിടെ റോങ് മാർക്ക് ചെയ്യാം. ഈറ്റിംഗ് മീറ്റ് ആഫ്റ്റർ കുക്കിംഗ് വെൽ, ഇറച്ചി നന്നായി വേവിച്ചതിന് ശേഷം കഴിക്കുന്നത് ശരിയാണ്. സോ ടിക്ക് മാർക്ക് ചെയ്യാം. യൂസിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഫ്റ്റർ വാഷിംഗ്, നന്നായി കഴുകിയതിന് ശേഷം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉപയോഗിക്കുന്നത് നല്ലതാണോ? യെസ്, നല്ലതാണ്. സോ ടിക്ക് മാർക്ക് ചെയ്യാം. നോട്ട് ഈറ്റിംഗ് ഫ്രൂട്ട്സ് ബിറ്റൺ ബൈ ക്രിയേച്ചേഴ്സ്, വവ്വാലുകളും കിളികളൊക്കെ കഴിച്ചിട്ടുള്ള കൊത്തിയിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് നല്ലതാണ് അല്ലേ? നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരും അല്ലെങ്കിൽ. സോ ഇറ്റ്സ് എ ഗുഡ് ഹാബിറ്റ്. സോ നമുക്ക് ടിക്ക് മാർക്ക് ചെയ്യാം. ഷോയിങ് റെലക്റ്റൻസ് ടു ഡ്രിങ്ക് വാട്ടർ, വെള്ളം കുടിക്കാനുള്ള മടി, അതെന്താണ്? ബാഡ് ഹാബിറ്റാണ്. നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം, എന്നാലേ നമുക്ക് സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ, ഡൈജഷൻ ശരിയാവുള്ളൂ, എനർജി ഉണ്ടാവുള്ളൂ അല്ലേ? സോ നമുക്കവിടെ റോങ് മാർക്ക് ചെയ്യാം. നോട്ട് ഹാവിങ് പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ദ മോർണിംഗ് റഷ്, നമ്മളുടെ രാവിലത്തെ തിരക്കിൽ, നമ്മൾ സ്കൂളിൽ പോകാനുള്ള തിരക്കിലൊക്കെ നമ്മൾ രാവിലത്തെ ഭക്ഷണം മടി കാണിക്കുക, അല്ലെങ്കിൽ കുറച്ച് മാത്രമേ കഴിക്കുള്ളൂ. അത് പറ്റില്ല. നമ്മൾ ഹെവി ആയിട്ട് നല്ല രീതിയിൽ തന്നെ കഴിക്കണം. സോ നമ്മൾ പ്രോപ്പറായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് ഒരു ബാഡ് ഹാബിറ്റാണ്. സോ നമുക്കിവിടെ റോങ് മാർക്ക് ചെയ്യാം. നമ്മളുടെ ജീവിതത്തിൽ ഈ ശീലങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്തെങ്കിലും റോങ് ആയിട്ടുള്ളതെങ്കിൽ നമ്മൾ മാറ്റണം. കിച്ചൺ ഗാർഡൻ, വാട്ട് ആർ ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഗ്രോൺ ഇൻ യുവർ സറൗണ്ടിങ്? നമ്മളുടെ ചുറ്റിലും ഉള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും എന്തൊക്കെയാണ്? നമുക്ക് നമ്മുടെ വീട്ടിലോ അല്ലെ സ്കൂൾ പരിസരത്തോ ഒക്കെ ടൊമാറ്റോ, ചില്ലി, ബീൻസ്, ഡ്രം സ്റ്റിക്ക്, കറി ലീവ്സ്, പംകിൻ, ഇത്രയും വെജിറ്റബിൾസും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയിട്ട് ബനാന, പപ്പായ, ഗോവ, മാംഗോ, ജാക്ക് ഫ്രൂട്ട്, പൈനാപ്പിൾ ഇവരൊക്കെ കാണാമല്ലേ? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഗ്രോൺ ഇൻ യുവർ സറൗണ്ടിങ്? നമ്മളുടെ ചുറ്റിലും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും ഒക്കെ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഹെൽത്തി, അത് ഭയങ്കര ഹെൽത്തി ആയിരിക്കും. നോ ഹാംഫുൾ കെമിക്കൽസ്, നമ്മൾ വീട്ടിന് ചുറ്റും ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അതിൽ കെമിക്കൽസ് ഒന്നും ഇട്ടിട്ടുണ്ടാവില്ല. ടേസ്റ്റ് ഇസ് ബെറ്റർ, അതിന് നല്ല രുചിയും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് നമുക്കിവിടെ ഒരു പപ്പായയെ കാണാം. ഈ പപ്പായ നമ്മളോട് എന്താണ് പറയുന്നത്? വി ആർ യൂസ്ഡ് ബോത്ത് ആസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, എന്നെ വെജിറ്റബിൾ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, ഫ്രൂട്ട്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ? നമ്മൾ പച്ചയ്ക്ക് ഉപ്പേരി വെച്ച് കഴിക്കാറുണ്ട്, അതേപോലെ പഴുത്തിട്ട് ഫ്രൂട്ട്സ് ആയിട്ട് അതേപോലെ കഴിക്കാറുണ്ട്. വെൻ റൈപ്പ് വി ബിക്കം ഫുഡ് ഫോർ മെനി ക്രിയേച്ചേഴ്സ്, ഇത് പഴുത്ത് കഴിയുമ്പോൾ ഒരുപാട് ക്രിയേച്ചേഴ്സിന് ഞങ്ങൾ ഭക്ഷണമായി മാറാറുണ്ട്. വി ആർ നോൺ ബൈ ഡിഫറെൻറ്റ് നെയിംസ് ഇൻ ഈച്ച് റീജിയൻ, ഞങ്ങൾ ഓരോ നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. വാട്ട് ഡു യു കോൾ അസ് ഇൻ യുവർ റീജിയൻ? നിങ്ങളുടെ നാട്ടിൽ ഞങ്ങളെ എന്താണ് വിളിക്കാറ്? ഞങ്ങളിവിടെ കർമൂസ എന്നാണ് പറയാറ്. നിങ്ങൾ അവിടെ എന്താണ് പറയാറ്? ആർ ദർ പപ്പായ ട്രീസ് ഇൻ യുവർ സ്കൂൾ യാർഡ് ഓർ അറ്റ് ഹോം? നിങ്ങളുടെ സ്കൂൾ പരിസരത്തോ അല്ലെ വീട്ടിലോ പപ്പായ മരമുണ്ടോ? ഇല്ലെങ്കിൽ പ്ലാനറ്റ്, ഇല്ലെങ്കിൽ നട്ടു കൊടുക്കൂ എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ നിങ്ങളുടെ ഏരിയയിലുള്ള മറ്റു ഫ്രൂട്ട്സ് എന്തൊക്കെയാണ്? മാംഗോ, ജാക്ക് ഫ്രൂട്ട്, പൈനാപ്പിൾ, റംബൂട്ടൻ, ചാമ്പക്ക, ഇതൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവാറുണ്ട് അല്ലേ? സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ, ഇവിടെ താഴെ കുറച്ച് കുട്ടികളും അവരുടെ വെജിറ്റബിൾ ഗാർഡനുമാണ് തന്നിട്ടുള്ളത്. ആ ചിത്രം നോക്കൂ, എന്ത് രസമാണല്ലേ? കുറേ കുട്ടികളും അവരുടെ പച്ചക്കറികളും നമുക്ക് കാണാം. ഇതേപോലെ ഒരു പച്ചക്കറി തോട്ടം നിങ്ങളുടെ സ്കൂളിലുമുണ്ടോ? Let's observe and find out.
ഡസ് ദ വെജിറ്റബിൾ ഗാർഡൻ ബെനിഫിറ്റ് ഓൺലി അസ്? ഈ വെജിറ്റബിൾ ഗാർഡൻ ഒക്കെ നമ്മൾക്ക് മാത്രമാണ് ഉപകാരമുള്ളത്. ലുക്ക് അറ്റ് ദ പിക്ചറിലേക്ക് നോക്കൂ. എന്താണ് ഇവിടെ ഉള്ളത്? ഒരു പക്ഷിയെ കാണാമല്ലേ? ആ പക്ഷിയുടെ വായിലൊരു പെസ്റ്റ് ഉണ്ട്. പെസ്റ്റ് എന്ന് പറഞ്ഞാൽ കീടങ്ങളാണ് കേട്ടോ. അതായത് ഈ പുഴു, മണ്ണിര ഇതിനൊക്കെയാണ്. അതായത് ഈ മണ്ണിര, പുഴു അങ്ങനെ എന്തെങ്കിലും. ഈ കിളി എന്താണ് നമ്മോട് പറയുന്നത്? ഐ ആൾസോ ഈറ്റ് ദ പെസ്റ്റസ് ഇൻ ദ ഫാം. ഫാമിലുള്ള പെസ്റ്റസിനെ ഞാൻ കഴിക്കാറുണ്ട്. വാട്ട് അതർ ക്രിയേച്ചർ കംസ് ഇൻ ടു ദി ഗാർഡൻ? ഗാർഡനിലേക്ക് വരുന്ന മറ്റു ക്രിയേച്ചേഴ്സ്, ജീവികൾ ആരൊക്കെയാണ്? ബേർഡ്സ്, ബീസ്, ബട്ടർഫ്ലൈസ്, സ്ക്വിറൽസ് ഇവരൊക്കെ മറ്റു ജീവികളാണ് അല്ലേ? ഇവരല്ലാതെ വേറെയും കുറേ ആൾക്കാരുണ്ടാവും. ആർ ദർ ക്രിയേച്ചേഴ്സ് ഹു കം ടു ഈറ്റ് ദ ക്രോപ്പ് കഴിക്കാൻ മാത്രമാണോ ഈ ക്രിയേച്ചേഴ്സ് ഒക്കെ വരുന്നത്? നോ, സം ഫോർ ഫുഡ്, ഷെൽട്ടർ. ചിലർ ഷെൽട്ടറിന് വേണ്ടിയിട്ടായിരിക്കും, ചിലർ ഫുഡിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ? ഇല്ലുസ്ട്രേറ്റ് ദെയർ കോൺവെർസേഷൻ, എക്സിബിറ്റ് ദ ഇല്ലുസ്ട്രേഷൻ ഇൻ ദ ക്ലാസ്. ഇവിടെ എന്താണ് കൂട്ടുകാരെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? നമ്മളുടെ ഗാർഡനിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരു ക്രിയേച്ചറും അല്ലെങ്കിൽ മറ്റെന്ത് ആവശ്യത്തിന് വരുന്ന വേറൊരു ക്രിയേച്ചറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ തയ്യാറാക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു കോൺവെർസേഷൻ തയ്യാറാക്കിയിട്ട് അത് ക്ലാസ്സിൽ അവതരിപ്പിക്കുകയും ചെയ്യുക. ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ഒരു ബേർഡും ഒരു ബട്ടർഫ്ലൈയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ബേർഡ് എന്താണ് പറയുന്നത്? ഹലോ ബട്ടർഫ്ലൈ, ഐ ലിവ് ഇൻ ദിസ് ഗാർഡൻ ആൻഡ് ഈറ്റ് ദ സ്മോൾ ബഗ്സ് ദാറ്റ് ഹാം പ്ലാന്റ്സ്. ഈ ബേർഡ് ബട്ടർഫ്ലൈനോട് എന്താണ് പറയുന്നത്? ഞാൻ ഈ ഗാർഡനിൽ വന്നിട്ട് ഈ ചെടികളെയൊക്കെ നശിപ്പിക്കുന്ന ചെറിയ ചെറിയ പ്രാണികളെയാണ് കഴിക്കാറ്. അന്ന് ബട്ടർഫ്ലൈ എന്ത് പറയുന്നു? ഹേ ബേർഡ്, I help flowers by carrying pollen. It helps plants grow fruits. പോളൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പൂക്കളിൻ്റെ മുകളിലൊക്കെ കാണുന്ന ഒരു മഞ്ഞ നിറത്തിലുള്ള പൊടിയാണ്. ഇത് ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് പോകുമ്പോഴാണ് ആ ചെടിയിൽ പൂക്കൾ ഉണ്ടാകുന്നതും കായ്കൾ ഉണ്ടാകുന്നതും ഒക്കെ. ബട്ടർഫ്ലൈകളും പ്രാണികളും കിളികളും അല്ലെങ്കിൽ കാറ്റിലൂടെയൊക്കെയാണ് ഈ മഞ്ഞ പൂപ്പൊടി മറ്റൊരു ചെടിയിലേക്ക്, ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് എത്തുന്നത്. അപ്പം ബേർഡ് എന്ത് പറയുന്നു? ഓ ദാറ്റ്സ് നൈസ്, ഐ ഡിഡ്ന്റ് നോ യു ഹെൽപ്പ് ദ ഗാർഡൻ ടു. എനിക്ക് അറിയില്ലായിരുന്നു നീയും ഈ ഗാർഡനെ സഹായിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ബട്ടർഫ്ലൈ പറയുന്നു യെസ്, മെനി സ്മോൾ ക്രിയേച്ചേഴ്സ് ഹെൽപ്പ് ദ ഗാർഡൻ ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. അതെ, കുറേ ചെറിയ ചെറിയ പ്രാണികൾ പല രീതിയിലാണ് ഈ ഗാർഡനെ സഹായിക്കുന്നത്. അന്നപ്പോൾ ബേർഡ് പറയുന്നു ദിസ് ഗാർഡൻ ഈസ് ഗുഡ് ഫോർ ഓൾ ഓഫ് us, നോട്ട് ജസ്റ്റ് പീപ്പിൾ. ഈ ഗാർഡൻ മനുഷ്യർക്ക് മാത്രമല്ല നമ്മളെപ്പോലുള്ള ഓരോ ക്രിയേച്ചേഴ്സിനും ഉപകാരമാണ്. അന്നപ്പോൾ ബട്ടർഫ്ലൈ യെസ്, ലെറ്റ്സ് കീപ്പ് ഇറ്റ് സേഫ് ആൻഡ് ക്ലീൻ. അതെ, നമുക്ക് ഈ ഗാർഡനെ വൃത്തിയായിട്ടും സൂക്ഷിക്കാം. ഓക്കെ കൂട്ടുകാരെ, നമ്മളുടെ 3ാം ക്ലാസ്സിൻ്റെ EVS ഈ ചാപ്റ്റർ ഫുഡ് ആൻഡ് ഹെൽത്ത് എന്ന ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്കിത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡു കമൻറ്റ്. നമ്മളുടെ ഒരു പുതിയൊരു ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. സോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.